പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ നായകൻ നിലപാടുകൾ ആരുടെ മുന്നിലും അടിയറവെക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയുന്ന നമ്മുടെ ആവേശം ശൈഖുന ഉമർ ഫൈസി ഉസ്താദും മുസ്ലിം യുവചേതനയുടെ ആവേശം ബഹുമാനപ്പെട്ട സത്താർ സാഹിബ് പന്തല്ലൂരും നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കൽ തങ്ങളുടെ സന്നിധിയിലേക്ക് ബ്രിട്ടീഷുകാരന്റെ ദൂതൻ വന്നുകൊണ്ട് മലബാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന് ഞങ്ങൾക്ക് പിന്തുണ തരണം, നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഖാൻ ബഹദൂർ പട്ടം നൽകി നിങ്ങളെ ആദരിക്കുമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മണ്ണിൽ സമസ്ത എന്ന പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയ വരക്കൽ തങ്ങൾ പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധാണ്. ഇസ്ലാമിന് പുറത്തു പോകുന്ന പണിയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ സഹായിക്കല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ല കാര്യത്തിന് നിങ്ങൾ സഹായിക്കാവൂ, സഹകരിക്കാവൂ. കുറ്റകരമായ കാര്യത്തിന് നിങ്ങൾ സഹകരിക്കരുത്, തെറ്റാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ വിദഈ പ്രസ്ഥാനക്കാരുടെ പരിപാടികൾ അതിൽ പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ സംഗതികളൊക്കെ ഉദ്ഘാടനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യങ്ങൾ തെറ്റാണ്. ആര് ചെയ്താലും തെറ്റാണ്. ഇതിപ്പോ ഞാൻ ഒരാൾ ഉദ്ദേശിച്ച് പറഞ്ഞതെല്ലാം പൊതുവെ പറയാം. ഞാൻ ചെയ്താലും തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിവിടെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന്റെ യോഗത്തിൽ പോയാൽ കമ്മ്യൂണിസ്റ്റുകാരും പുറത്താക്കും, കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ യോഗത്തിൽ പോയാലും പുറത്താക്കും, ലീഗുകാരും പോയാലും പുറത്താക്കും. ഇല്ലേ? സംഗതിയല്ലേ? എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതി. അതിന്റെ ആദർശ വിരുദ്ധമായ, അല്ലെങ്കിൽ അതിന് യോജിക്കാത്ത, അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ സംഗതികൾ ചെയ്താൽ ഏതൊരു പാർട്ടിയും അതിന്റെ അച്ചടക്ക നിലപാട് സ്വീകരിക്കണം. ഭരണഘടന അതാണ് അനുശാസിക്കുന്നത്. തീരുമാനങ്ങൾ അതാണ്. സമസ്ത ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ കൂടെ സമസ്തക്കാർ നിൽക്കണം. ഇത് പറയണ്ടേ? അതിനൊക്കെ ചില ആൾക്കാർ ഒഴിവുണ്ടോ? ആരാ ഒഴിവുള്ളത്? മൈസൂമികളായിട്ട് ആരുമില്ല. അള്ളാഹു ഹറാമാക്കിയ നേരത്തെ അമാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഹറാമാക്കിയത് എല്ലാവർക്കും ഹറാമാണ്, ഹലാലാക്കിയത് എല്ലാവർക്കും ഹലാലാണ്, ഫർളാക്കിയത് എല്ലാവർക്കും ഫർളാണ്. അതൊരു കൂട്ടർ ചെയ്താൽ തെറ്റില്ല, ബാക്കിയുള്ളവരൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾ മറ്റോ ആരും നോക്കണ്ട, അത് പണ്ടേ അങ്ങനെ പോകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ആരും ഉദ്ദേശിച്ച് പറയല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് തെറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ഇതാറ് നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാം, എന്നെ വിമർശിക്കാം, ഖണ്ഡിക്കാം. അള്ളാഹുവിന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. എത്രത്തോളം വെച്ചാൽ നബിനോട് അള്ളാഹു തആല പറഞ്ഞില്ലേ, നിങ്ങൾ ഈ നിലയ്ക്കല്ലെങ്കിൽ നിങ്ങൾ ആലിമീങ്ങളെ കൊടുക്കപ്പെടുന്നു. നിങ്ങൾ ഇത് അനുസരിക്കാതെ വഴി തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങളും ആലിമീങ്ങൾ പെടുന്നു. ആരോട് പറഞ്ഞു? നബിനോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പിന്നെ നബി കുടുംബത്തിനുള്ള ബാധകല്ലേ? ആരാലും ബാധക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് വിഷയമാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് നോഹ് നബിയുടെ ചരിത്രം, അതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഭൗതികമായൊരു സംഗതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആവശ്യമാണ് അതിനെ നന്നാക്കി എടുക്കണം. നന്നാക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിക്കണം. ഒരു കൂട്ടരാടെ നിന്നിട്ട് വടക്കായന്റെ കൂടെ നിൽക്കാൻ പാടില്ല. നന്നാവണം. മുസ്ലിം ലീഗിനെ വളരെ നന്നാക്കി എടുക്കണം. മുസ്ലിം ലീഗിന്റെ നമ്മൾ വളരെ പ്രശംസിക്കാറുണ്ടല്ലോ, അത് ചെയ്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇനിയും അതുണ്ടാക്കണം, ഉയരത്തിലേക്ക് ഉയരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രാർത്ഥന. ആർക്കും അതിനോട് എതിർപ്പില്ല, ആരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടക്കുറിയാക്കുന്നില്ല, കല്ലെറിയാൻ വേണ്ടി നമ്മൾ നിർത്തുകയാണ്, ഒരു നാട്ടയാക്കിട്ട്. എതിർക്കുന്നില്ല. നമ്മളൊക്കെ അതിന്റെ ആൾക്കാർ തന്നെയാണ്. വളരണം. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ ഒരു കൂട്ടായ്മയെ എതിർക്കുക എന്നുള്ളത് നമ്മളെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. എതിർക്കാൻ പാടില്ല. അത് നമ്മൾ ആണയിട്ട് എവിടെയും പറയും. പക്ഷേ ആ നേതൃത്വത്തിൽ നിന്ന് സമസ്തയെ കല്ലെറിയുന്ന സ്വഭാവം ഉണ്ടാവുന്നത്, അതാണ് വേണ്ടത്. അങ്ങോട്ടും എറിയരുത്, രണ്ടും സഹകരിച്ചു കൊണ്ടുപോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നു.